പ്രസ്ഥാനം, ഒരു സ്ഥാപനം, ഒരു പ്രസ്ഥാനമായിട്ട് മാറുകയും 3000-ലേറെ വരുന്ന ഹുദവി പണ്ഡിതന്മാർ എന്താണ് അവർ ഈ സമുദായത്തിന് ചെയ്തുകൊണ്ടിരിക്കുന്നത്? സോഷ്യൽ മീഡിയ വാളുകളിൽ സുരക്ഷിതമായ ഇടങ്ങളിൽ ഇരുന്ന് ഈ ചോദ്യങ്ങൾ എറിയുന്നവരോട് ഞങ്ങൾക്ക് വിനയപൂർവ്വം പറയാനുള്ളത് ഒന്ന് കൂടെ വരൂ എന്നതാണ്. വെയിൽ കൊള്ളാൻ തയ്യാറാണെങ്കിൽ, തണുപ്പ് കൊള്ളാൻ തയ്യാറാണെങ്കിൽ ഒന്ന് കൂടെ വരൂ എന്നാണ്. നമുക്കൊന്നിച്ച് ആസാമിലേക്ക് പോകാം, നമുക്ക് ബംഗാളിലേക്ക് വണ്ടി കയറാം, നമുക്കൊന്ന് കുർത്തുബ വരെ യാത്ര ചെയ്തിട്ട് തിരിച്ചു വരാം, നമുക്കൊന്ന് ആന്ധ്രയിലേക്ക് പോകാം, നമുക്കൊരു മഹാരാഷ്ട്രയിലേക്ക് പോകാം. മാലിക് ദീനാർ തങ്ങളുടെ മണ്ണിൽ നിന്ന് ഈ രാജ്യത്തിന്റെ പ്രതീക്ഷയായി മുസ്ലിം ഉമ്മത്തിന് അഭിമാനകരമായ അസ്തിത്വം ഉണ്ടാക്കാൻ ദാർലുദ മുന്നോട്ട് വെക്കുന്ന പദ്ധതിയെ ആ നാടുകളിലെ ആ ബാലവൃദ്ധൻ ജനങ്ങള് കയ്യോടെ സ്വീകരിക്കുന്നത് നിങ്ങൾക്ക് നേരിട്ട് കാണാം. 2012 26 മദ്രസകളിലൂടെ ഹാദിയ തുടങ്ങി വെച്ച മക്തബകളുടെ ഒരു മുന്നേറ്റം 2022 ആകുമ്പോൾ 1800 മക്തബകളാകുകയും 2024 ആകുമ്പോൾ അത് 2700-ലേക്ക് പടരുകയും ഈ രാജ്യത്താകമാനം ഒരു വലിയ വൈജ്ഞാനിക മുന്നേറ്റത്തിന് ദാർലുദയിലൂടെ നാന്ദി കുറിക്കപ്പെടുകയും ചെയ്തു.